Hi, hello, welcome back to SP Future. You are listening to Sadiq Palikat. Okay, Sadiq സാറാണ്. സോ നമ്മുടെ 500+ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ നല്ല പാർട്ടിസിപ്പേഷൻസിൻ്റെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് നമ്മുടെ മൂന്നാമത് ചാപ്റ്ററിലെ വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് പോകുന്നതിന് മുന്നേ വീഡിയോസൊക്കെ എല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിലേ മൈൻഡിൽ നിൽക്കുള്ളൂ. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളിത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊരു തവണയെങ്കിലും വായിച്ചിട്ട് ഇത് പോകണം. കാരണം ഇതിലുള്ള ക്വസ്റ്റ്യൻസേ മക്കളെ വരുള്ളൂ. നിങ്ങൾക്ക് ഞാൻ അത്ര ഉറപ്പ് തരാം, നിങ്ങളുടെ ഈ 5 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസുള്ള എല്ലാ വൺ വേർഡുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ സീരീസിന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻസുകളെ വരുള്ളൂ. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ചാപ്റ്റർ 3 ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 3 ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ എന്താണ്, ഐഡൻറ്റിഫൈ ദ ഫാക്ടർ വിച്ച് കംസ് അണ്ടർ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് എ ബിസിനസ്. ഇതിൽ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് എന്താ നോക്കുക. ടാക്സ് റേറ്റ് നമുക്കറിയാം, ഇതിലേക്ക് പോകും. നമ്മുടെ പൊളിറ്റിക്കലിലേക്ക് പോകും. പിന്നെ ലേബർ ലോസ് ഇതിലേക്ക് പോകും. നമ്മുടെ ലീഗലിലേക്ക് പോകും. ഡെമോഗ്രാഫിക് അവിടെ കട്ടെ പൊളിറ്റിക്കലിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ആണ്. ഇതിലൂടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, എന്നാണ് അതെന്താണ്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഗ്രോയിങ് കൺസ്യൂമറിസം ഈസ് എന്താണ്, കൺസ്യൂമറിസം ഏത് ഫാക്ടറിയിലാണ് വിടുക, സോഷ്യലിലാണ് വിടുക. അങ്ങനെ വെച്ച് നോക്കിയാറില്ല നിങ്ങൾക്ക് അല്ലേ, എന്താണ് അത് ഏതിലാണ് വിടുക, സോഷ്യലിലാണ് വിടുക. ഓക്കെ, ദെൻ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പിക്ക് ഔട്ട് ദ ഫാക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് എ ബിസിനസ് ഫേം. ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ബിസിനസ് സൈക്കിള്, ക്യാപിറ്റൽ മാർക്കറ്റ്. എന്തിന് പെടാത്ത അവിടെ ചോദിക്കുന്നത്, എക്കണോമിക് എൻവയോൺമെൻറ്റിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ എക്കണോമിക്കിലാണ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്തല്ല, എക്കണോമിക് അല്ല അല്ലേ. ബിസിനസ് സൈക്കിൾ എക്കണോമിക്കാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എക്കണോമിക്കാണ്. അപ്പം ഇവിടെ ഏതാണ് ആൻസർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആണ്. ഓക്കെ, സെറ്റല്ലേ, ഫൈൻ. ഓക്കെ, നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്സ് കംസ് അണ്ടർ വിച്ച് എൻവയോൺമെൻറ്റ്. ഏതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ്, എക്കണോമിക് നേച്ചറാണ്. സോ ഇറ്റ് ഈസ് ഇൻ എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. നെയിം ദ പ്രോസസ് വിച്ച് മേക്സ് ഡീറ്റെയിൽഡ് അനാലിസിസ് അബൌട്ട് ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, എൻവയോൺമെൻറ്റൽ സ്കാനിങ് അല്ലെ. ബിസിനസ് എൻവയോൺമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി എടുത്താണെങ്കിൽ എന്താ വിളിക്കുക നമ്മൾ, എൻവയോൺമെൻറ്റൽ സ്കാനിങ് അല്ലെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. നോക്കാം നമുക്ക്. എന്താണ്, മണി സപ്ലൈ ഇൻ ദ എക്കോണമി സോഷ്യൽ ആണോ, അല്ല അല്ലേ. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ലീഗലാണ്, ഒഴിവാക്കാം. പിന്നെയോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി, വെയിറ്റ്, പിന്നെയോ കോമ്പോസിഷൻ ഓഫ് ദ ഫാമിലി. ഓക്കെ, ഇതിലാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞത് ഇതിലേക്ക് പോയി വെക്കില്ല, നമ്മുടെ പൊളിറ്റിക്കലിലേക്ക് പോയി. പിന്നെ നമ്മുടെ ആൻസർ എന്താണ് വരിക, കോമ്പോസിഷൻ ഓഫ് ദ ഫാമിലിയാണ്. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലിബറലൈസേഷൻ മീൻസ് ഇതെന്താണ്, നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് എക്സംപ്റ്റഡ് ആണ്, കാരണം ഈ ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കിയുള്ള ഭാഗമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതന്നെ എക്സംപ്റ്റ് ചെയ്യാം. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് ദ എക്കണോമിക് എൻവയോൺമെൻറ്റ്. എക്കണോമിക് സിസ്റ്റം എക്കണോമിക് ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് അവിടെ നിൽക്കട്ടെ. ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ടാക്സ് റേറ്റ്സ് എന്താണ്, എക്കണോമിക് ആണ്. ഫോറിൻ ട്രേഡ് ബാലൻസ് ഷുവർ എക്കണോമിക് ആണ്. സോ സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് ആണ്, അത് ഏതിനാണ് പെടുക, നമ്മുടെ പൊളിറ്റിക്കലിൽ പെടുന്നതാണ്. സോ ഇവിടെ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ അല്ലാത്ത എന്താണ്, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ അല്ലാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ സോഷ്യലാണ്, ലിറ്ററസി റേറ്റ് സോഷ്യലാണ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം സോഷ്യലാണ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ് അതെന്താണ്, എക്കണോമിക് ആണ്. സോ ആൻസർ എന്താണ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. പത്താമത് ക്വസ്റ്റ്യൻ എന്താണ്, പിക്ക് ഔട്ട് ദ ഫാക്ടേഴ്സ് വിച്ച് ഡസ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. അതേപോലെ എക്കണോമിക് എൻവയോൺമെൻറ്റ് അല്ലാത്തത് ഏത്, ടാക്സ് റേറ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ആണ്.
ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് അവിടെ നിൽക്കട്ടെ, എക്കണോമിക് പോളിസി എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. സോ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇതിലവിടെ നമ്മുടെ സോഷ്യലിലേക്ക് വിടുന്ന സാധനമാണ് ഇത്. ഇൻ്റർനെറ്റ് ബാങ്കിങ് പറയുമ്പോൾ നമ്മൾ ടെക്നോളജിയാണോ, അപ്പോൾ നമ്മളെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിലാണ് ഇത് വിടുക, ഇൻ്റർനെറ്റ് ബാങ്കിങ് വിടുക കേട്ടോ. ഓക്കെ തന്നെ, ഫൈൻ. സോ ആൻസർ ഇവിടെ എന്താണ്? ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. ദെൻ ഇവിടെ 11ാമത് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം നമുക്ക്. പിക്ക് ഔട്ട് ദ ഫാക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് എ ബിസിനസ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് പെടാത്തത് ഏത്? ഡിഗ്രി ഓഫ് കോമ്പറ്റീഷന്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ബിസിനസ് സൈക്കിള്, ഡെമോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻസ്. അതിന് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എയും ബിയും ഉണ്ട്. എയും ബിയും ഏതൊക്കെയാണ്? ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. നമ്മളിവിടെ ചോദിച്ചത് എന്താണ്? ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് അല്ലാത്തത് ഏത്? ഡിഗ്രി ഓഫ് കോമ്പറ്റീഷനാണ് എ. ബിയോ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. അപ്പോൾ അതിൽ വന്നു അല്ലേ, കസ്റ്റംസ് ഏത് വന്നു? സോഷ്യൽ വന്നു. നമുക്ക് ഏത് എടുത്താൻ പറ്റില്ല? അത് എടുത്താൻ പറ്റില്ല. ദെൻ രണ്ടാമത് എന്താണ്? ബി ആൻഡ് സി എന്നാണ് പറഞ്ഞത്. ബി എന്താണ്? കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. അത് വന്നാൽ തന്നെ നമുക്കത് പറ്റില്ല അല്ലേ. പിന്നെയോ മൂന്നാമത്തത് ബി ആൻഡ് ഡി വന്നു. ബി കസ്റ്റംസ് ഉണ്ട്, അപ്പോൾ അതും പറ്റില്ല. നാലാമത് നോക്കും നിങ്ങൾ എന്താണ്? സി ആണ്. സി എന്താണ്? ബിസിനസ് സൈക്കിളാണ്. ബിസിനസ് സൈക്കിൾ ആകുമ്പോൾ അത് ഏതിലേക്ക് പോകും? നമുക്കറിയാം എന്താണ്? എക്കണോമിക് ആണ്. അപ്പം ആൻസർ എന്താണ്? എ ആൻഡ് സി, അഥവാ നമ്മുടെ 4ാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ദെൻ നമ്മുടെ 12th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് 12th ക്വസ്റ്റ്യൻ? എന്താണ്? There are number of legislations which regulate the day-to-day operations of business in India. Identify the 2 types of environment referred in this conduct. Name any 2 legislation which regulate business activities. ഓക്കെ, അത് ചുമ്മാ ഒന്ന് അറിഞ്ഞു വെക്കുക. എന്താണ്? ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. ഏത് നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ദെൻ 2 നിയമങ്ങളോട് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രേഡ് മാർക്ക് ആക്ട് 1968, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. ഓക്കെ, ഈ 2 ആക്ടുകൾ ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ബട്ട് നമ്മളിത് അറിഞ്ഞു വെക്കുക കേട്ടോ. ബഷ് അല്ലേ, ബട്ടും പക്ഷിയും കൂടി ചേർന്നിട്ടുള്ള വേർഡാണ് ഇത്, ബഷ്. ഓക്കെ, ഫൈൻ. സോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ വേർഡുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ, ഫൈൻ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് അഫക്ട് ദ ഗ്രോത്ത് ഓഫ് IT ഇൻഡസ്ട്രി ഇൻ എറണാകുളം? സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. IT സെക്ഷനൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഏതായാലും സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്താണ്? ടെക്നോളജിയാണ് അല്ലേ. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആരെ അഫക്റ്റ് ചെയ്യുക? IT സ്ട്രക്ചറിനെ ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ചാൻസ് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സോ ബാക്കി എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടുന്നതിനും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതാണ് ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇത് ടെക്നോളജി. അതായത് നമ്മുടെ 14ാമത് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് കം അണ്ടർ ദ എക്കണോമിക്. ഇൻഫ്ലേഷൻ വരും, എംപ്ലോയ്മെൻറ്റ് റേറ്റ് വരും, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും വരും. വരാത്തത് ഏതാണ്? ലിറ്ററസി റേറ്റ് ആണ്. സോ ആൻസർ എന്താണ്? വിച്ച് ഡു നോട്ട് കം അണ്ടർ ദ ഇവിടെ ആൻസറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ഐഡൻറ്റിഫൈ ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് കം അണ്ടർ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് എ ബിസിനസ്. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരാത്തത് ഇവിടെ ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഈ ആൻസർ തെറ്റാണ് കേട്ടോ. ഇവിടെ ആൻസർ എന്താണ്? ഡി ആണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, ഇവിടെ കൂടുതൽ ആൻസർ റോങ് ആണ് കേട്ടോ. എന്താണ്? എക്കണോമിക്കിൽ പെടാത്ത ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഇൻ ദ ഫോളോയിങ് കേസ്. ഡിജിറ്റൽ ക്യാമറ ഇൻ പ്ലേസ് ഓഫ് ഫിലിം ക്യാമറാസ്. ഷുവർ അല്ലേ. എന്താണ്? ഇറ്റ്സ് എ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഫാക്ടറാണ്. ദെൻ അടുത്തെന്താണ്? ഫൈൻഡ് ദ ഓഡ് വൺ അല്ലേ. ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അൺസ്റ്റേബിൾ ഗവൺമെൻറ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി, ടാക്സേഷൻ പോളിസി, ലൈസൻസിങ് പോളിസി. ഇപ്പോൾ ഇതിൽ പെടാത്ത ഏതാണ്? അൺസ്റ്റേബിൾ ആണ്. ബാക്കിയെല്ലാം എന്താണ്? എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. ഇത് മാത്രം ഏതാണ്? പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ദെൻ അടുത്ത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ലൈഫ് സ്റ്റൈല്, ട്രഡീഷണൽ, കൾച്ചറും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ലൈഫ് സ്റ്റൈലും ട്രഡീഷണലും കൾച്ചറും ഏതിൽ പോയി? സോഷ്യലിൽ പോയി. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിലേക്ക് വന്നു? എക്കണോമിക്കിലേക്ക് വന്നു. സോ ആൻസർ എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 18. ഗ്രാൻഡിങ് ഓട്ടോണമി ഓഫ് ഓപ്പറേഷൻ ടു പ്രൈവറ്റ് സെക്ടർ ഫോറിൻ കമ്പനീസ് ഈസ് കോൾഡ് ലിബറലൈസേഷൻ ആണ്. സോ അതെന്താണ്? നമ്മുടെ എക്സംപ്റ്റഡ് ഭാഗമാണ്. ദെൻ 19. ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ മോണിറ്റേഴ്സ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ലാബുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണപ്പെടുന്നൊരു ഭാഗം ഇതാണ്. എന്ത്? എൻവയോൺമെൻറ്റൽ സ്കാനിങ് ആണ് കേട്ടോ. ഓക്കെ,
ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂ അപ്രോച്ച് ടു പ്രൊഡക്ഷൻ. എന്താണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ദെൻ അടുത്തത് എൻവയോൺമെൻറ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എന്താണ്? സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. നമുക്കറിയാമത് എന്താണ്? സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ. ദെൻ 22 എന്താണ് നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എമംഗ് ദ ഫോളോയിങ്. ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ്, കൺസ്യൂമർ ഓർഗനൈസേഷൻ, കൊമേഴ്ഷ്യൽ ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഓക്കെ, ഇവിടെ നോക്കുക. ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ എന്ന് പറഞ്ഞ നിയമം വന്നു, കൊമേഴ്ഷ്യൽ ലോ നിയമം വന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നിയമമാണ്. സോ ഇവിടെ പെടാത്ത ഏതാണ്? കൺസ്യൂമർ ഓർഗനൈസേഷനാണ്. അത് ഏതിലാണ് പെടുക? നമ്മുടെ സോഷ്യലിലാണ്. അപ്പോൾ ഇവിടെ പെടാത്ത ഏതാണ്? കൺസ്യൂമർ ഓർഗനൈസേഷനാണ്. ദെൻ അടുത്ത നോക്കൂ നിങ്ങൾ. ഇൻ ദിസ് മോഡേൺ എറ ഇറ്റ് ഹാസ് ബിക്കം പോസിബിൾ ടു ബുക്ക് റെയിൽവേ ടിക്കറ്റ് ത്രൂ ഇൻ്റർനെറ്റ്. അല്ലേ, അതായത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടെക്നോളജിയാണ്. ഇതിനടുത്ത് ദ പ്രസൻറ്റ് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ടോട്ടലി ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. മോർ ഓവർ വുമൻസ് ലിബറേഷൻ ഓഫ് വുമൻ have had the freedom of women in society. Identify the business environment referred in this context. അല്ലേ, അതൊരു ചേഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഏതാണ്? ടെക്നോളജിക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ആൻസർ കൊടുത്തില്ല, സോഷ്യലാണ്. മൂന്നുകൂടി വായിച്ചു നോക്കാം. എന്താണ്? ദ പ്രസൻറ്റ് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ടോട്ടലി ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. മോർ ഓവർ വുമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്സ് അഹെഡ് ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ സൊസൈറ്റി. ഐഡൻറ്റിഫൈ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് റിഫർഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. യെസ്, ഇതെന്താണ്? സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. ഇല്ലേ, അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് അതെന്താണ്? സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. പക്ഷേ ഈ ഉണ്ടാകുന്ന ചേഞ്ച് ബേസിലാണെങ്കിൽ നമുക്കത് ടെക്നോളജിയിൽ പറയാമായിരുന്നു. പക്ഷേ ഇതൊരിക്കലും എന്തല്ല, ടെക്നോളജി അല്ല, എന്താണ്? സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത് നോക്കൂ. ഓൺ November 1, 2008, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഡ്യൂസ്ഡ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ടു 5.5% to improve the availability of credit. ഐഡൻറ്റിഫൈ ദ എൻവയോൺമെൻറ്റ്. അതിൽ ഡൗട്ടില്ല, എന്താണ്? എക്കണോമിക് ആണ്. ദെൻ 26 നോക്കൂ നിങ്ങൾ. എന്താണ്? ഫൈൻഡ് ദ ഓഡ് വൺ. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ്, സോഷ്യൽ ജസ്റ്റിസ്. അല്ലേ, സോഷ്യൽ ജസ്റ്റിസ് ആണ്. കാരണം നമുക്കറിയാം എന്താണ്? ബാക്കിയെല്ലാം എന്താണ്? എക്കണോമിക് ആണ്. ഡാഷ് മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ലേബർ അക്രോസ് ദ ഗ്ലോബ്. അതിന് ആൻസർ ഗ്ലോബലൈസേഷൻ ആണ്. പക്ഷേ 27th ക്വസ്റ്റ്യൻ എന്തില്ല? നമുക്ക് ഉള്ളതെല്ലാം അതെന്താണ്? ഒരു എക്സംപ്റ്റഡ് പോർഷനാണ്. ഓക്കെ, നമുക്ക് വേണ്ട. 28th ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് കോമ്പണൻസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഗവൺമെൻറ് അഫെയർസ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ നമുക്കറിയാം അതെന്താണ്? പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ദർ ഈസ് ദ ആൻസർ. എന്താണ്? പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ദെൻ നമ്മുടെ 29th ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ്? ദ ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതെന്താണ്? നമുക്കില്ല. അതെന്താണ്? എക്സംപ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ റിമൂവ് ദ 29th ക്വസ്റ്റ്യൻ. ദെൻ 30th ക്വസ്റ്റ്യനും നമുക്കില്ല. എന്താണ്? എക്സംപ്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് എക്സംപ്റ്റഡ് ഭാഗമാണ്. നമുക്കതില്ല. ഭാഗത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഫൈൻഡ് ദ ഓഡ് വൺ. കോമ്പറ്റീഷന്, അൺഎംപ്ലോയ്മെൻറ്റ്, ടാക്സ് റേറ്റ്സ് ആൻഡ് ട്രഡീഷൻസ്. എന്താണ് ആൻസർ? ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. ട്രഡീഷനാണ്. ബാക്കിയെല്ലാം എന്തിലും പെടും? നമ്മുടെ എക്കണോമിക്കിൽ പെടും. ഓക്കെ. ദെൻ 32nd ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ്? സ്റ്റെബിലിറ്റി ആൻഡ് പീസ് പ്രിവൈലിംഗ് ഇൻ ദ കൺട്രി ആർ എക്സാമ്പിൾ ഓഫ്. എന്താണ്? ലീഗൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അതെന്താണ്? ഒന്നെങ്കിൽ പൊളിറ്റിക്കൽ ആവാം, അല്ലെങ്കിൽ എന്താവാം? സോഷ്യൽ ആവാം. ഓക്കെ, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെൻറ്റോ ആണ് ഏത് നമ്മുടെ സ്റ്റെബിലിറ്റി ആൻഡ് പീസ് പറയുന്നത്. ഓക്കെ. ദെൻ 33ാമത് ക്വസ്റ്റ്യൻ എന്താണ്? ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് വൺ ഓഫ് ദ കീ എലമെൻറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്. ഏതിന്? ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ ആകുമ്പോൾ അതേതാണ്? സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ. ദെൻ 34th നമുക്ക് എന്താണ്? എക്സംപ്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സോ നമുക്കത് 34th നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. 35 നോക്കാം. നമുക്ക് എന്താണ്? സ്മാർട്ട് ഫോൺസ് വേർ വൈഡ്ലി യൂസ്ഡ് ഇൻ റെയിൽ ടിക്കറ്റ് ബുക്കിംഗ്. ഇല്ല, നോക്കാനൊന്നുമില്ല. അത് എന്താണ്? ടെക്നോളജിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ദെൻ 36th ക്വസ്റ്റ്യൻ എന്താണ്? സ്പോട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. എന്താണ്? റിലീജിയന്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷന്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ജുഡീഷ്യൽ സിസ്റ്റം. റിലീജിയനും കസ്റ്റംസും എഡ്യൂക്കേഷൻ സിസ്റ്റവും എന്തിൽ പെട്ടു? നമ്മുടെ സോഷ്യലിൽ പെട്ടു. ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് പോയി? ലീഗലിലേക്ക് പോയി. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ലീഗലാണ്. ദെൻ 37th ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറയുന്നത്? 37th ക്വസ്റ്റ്യൻ. കൺസംഷൻ ഹാബിറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്
സോഷ്യൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക്, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ കൺസംഷനാണ്. അപ്പം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ദെൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ് റോയൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഡിസൈഡ് ടു കമ്പ്യൂട്ടറൈസ് ഓൾ ബ്രാഞ്ചസ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്തുണ്ട് എന്ന് മനസ്സിലായി. അത് ടെക്നോളജിയാണ്, കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്യാന്നാണ് പറയുന്നപ്പോൾ തന്നെ ബാക്കി നമുക്ക് നോക്കേണ്ട കമ്പ്യൂട്ടറാണ്. ദെൻ അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ബിസിനസ് യൂണിറ്റ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിസിനസ് ഈസ് ടേംഡ് ആസ് സിമ്പിൾ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും 1 words ആണ്, ഓൾമോസ്റ്റ് 41 words ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. നമ്മുടെ 3rd ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള 1 wordൽ തന്നെ നിങ്ങളോട് എന്ത് ചെയ്യുള്ളൂ മക്കളെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തോളാം, ഈ വീഡിയോസ് നന്നായിട്ട് കണ്ടോളാം. ഈ നോട്ട്സുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പ് ലിങ്കിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്ത് തരാം. മാത്രമല്ല നന്നായിട്ട് പഠിക്കേട്ട മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ നോട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായതായിരിക്കും അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് സാദിഖ് പള്ളിക്കൽ.